ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ അമ്മ വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് പ്ലാന്റുകൾക്ക് പച്ചക്കറി പ്ലാന്റ് ആയാലും വേണ്ടില്ല, നമുക്ക് ഫ്ലവർ പ്ലാന്റ് ആയാലും വേണ്ടില്ല, എന്തെങ്കിലും കാര്യം സാഫ് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ മഴക്കാലമായതുകൊണ്ട് നമ്മൾ എത്ര നന്നായിട്ട് മണ്ണൊരുക്കിയിട്ടുണ്ടെങ്കിലും മണ്ണ് കട്ട പിടിച്ചിട്ടുണ്ടാകും കേട്ടോ. കാരണം നിർത്താതെ പെയ്യുന്ന മഴയല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം മണ്ണ് ഇളക്കി കൊടുക്കണം കേട്ടോ. പക്ഷേ എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ മണ്ണ് ഇളക്കി കൊടുക്കുന്നതിന് മുമ്പാണ് അത് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. കുറേ മഴ ആയതുകൊണ്ട് നമുക്ക് ആദ്യം മണ്ണിളക്കാനുള്ള സൗകര്യമൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം മണ്ണിളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ മണ്ണധികം കട്ടിയായിട്ടില്ല അതിൻ്റെ. ഞാൻ മണ്ണും ചാണകപ്പൊടി, എല്ലുപൊടി, പിന്നെ എന്താണ് പാറപ്പൊടിയാണ് കേട്ടോ ഞാനിതിൽ ഉപയോഗിച്ചിരിക്കുന്നത് മണലിന് പകരം. കാരണം മണൽ കിട്ടാൻ വഴിയില്ലല്ലോ. അപ്പോൾ ഞാൻ പാറപ്പൊടിയാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. പാറപ്പൊടി ഉപയോഗിച്ചാലും നല്ല റിസൾട്ട് കിട്ടും എന്നുള്ളത് എനിക്ക് മുമ്പ് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ പാറപ്പൊടി ഉപയോഗിച്ചത് കേട്ടോ. എന്നാലും ചെടികളൊക്കെ നല്ല ഗ്രോത്തായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞു ചെടികളൊക്കെ ഞാൻ പിന്നീട് വെച്ചതാണ് കേട്ടോ. അതുകൊണ്ടാണ് അത് വളർച്ചയില്ലാത്തത്. പിന്നെ ആദ്യം വെച്ച തടിയിൽ കുറേ മഴയത്ത് കളിഞ്ഞൊക്കെ പോയിട്ടോ. ബാക്കിയുള്ള തൈകളൊക്കെ ഞാനിങ്ങനെ സംരക്ഷിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം മണ്ണിങ്ങനെ നല്ലപോലെ വേരിന് ഇളക്കം തട്ടരുത് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ മണ്ണ് ഇളക്കി കൊടുക്കണം കേട്ടോ. മണ്ണ് ഇളക്കി കൊടുക്കുന്ന സമയത്ത് തക്കാളി ചെടിൻ്റെ മോൾ ഭാഗത്തായിരിക്കും വേരുണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് മണ്ണ് കൂട്ടി കൊടുക്കുന്ന പോലെ കൂട്ടി കൊടുക്കണം കേട്ടോ. ഇത് പിന്നീട് ഞാൻ വെച്ച മുളക് തൈയാണ് കേട്ടോ. ഇത് വെള്ള മുളകിൻ്റെ തൈയാണ്. അപ്പോൾ നമ്മളെല്ലാത്തിലും ഇങ്ങനെ മണ്ണൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. വേരിൽ തട്ടാൻ പാടില്ല കേട്ടോ. അങ്ങനെ മണ്ണ് ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മൾ സാഫായാലും എന്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലും. ഇപ്പോൾ മഴക്കാലം അല്ലെങ്കിൽ നമുക്ക് ജൈവവളങ്ങളൊക്കെ ഉപയോഗിച്ച് കൊടുക്കാം കേട്ടോ. പക്ഷെ മഴക്കാലം ആയതുകൊണ്ട് ജൈവവളം നമുക്ക് ഉപയോഗിച്ചാൽ തന്നെ ചെടികളൊക്കെ നശിച്ചു പോകാനാണ് സാധ്യത. അതുകൊണ്ട് ഞാനിപ്പോൾ DAP, അതേപോലെ തന്നെ 19-19 അങ്ങനത്തെയൊക്കെയാണ് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ എല്ലിൻ്റെയും ഒക്കെ ശല്യം നിറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് എൻ്റെ കുറേ ചെടികളൊക്കെ അങ്ങനെ നശിച്ചു പോയിട്ടുണ്ട്. പെരിച്ചാഴിയും എല്ലിയൊക്കെ ആക്കിയിട്ട് അങ്ങനെ കുറേ ചെടികൾ നശിച്ചു പോയിട്ടുണ്ട് കേട്ടോ. ആകെ കുറച്ച് സ്ഥലമുള്ളൂ, അതിൽ ഉള്ളത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കേട്ടോ. അല്ലാതെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളോ അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ തൊട്ടിയിൽ ഇതൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒരു ചെണ്ടുമല്ലിൻ്റെ തൈയാണ്. അത് 2 ഞാൻ വാങ്ങി വെച്ചാണ്. പിന്നെ അതിൻ്റെ തലപ്പൊക്കെ നുള്ളി വെച്ചിട്ട് ഞാൻ ബാക്കി തൈയൊക്കെ ഉണ്ടാക്കിയതാണ് കേട്ടോ. തലപ്പ് നുള്ളി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കാനും പറ്റും. ഒരുപാട് ചെല്ലുകൾ വന്നിട്ട് നമുക്ക് പൂക്കൾ നിറയെ ഉണ്ടാകാനും സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെയും മണ്ണൊക്കെ നല്ലോണം ഇളക്കി കൊടുക്കണം. പിന്നെ ഇതൊക്കെ ഞാൻ തലപ്പ് നുള്ളി വെച്ചിട്ടുണ്ടാക്കിയ തൈകളാണ് കേട്ടോ. അപ്പം അതിലും നമ്മൾ ഇതൊക്കെ NPK തന്നെ ഞാൻ ഇതിനും ഒഴിച്ചു കൊടുക്കില്ല കേട്ടോ. അപ്പോൾ ഇത് കുഞ്ഞ് തൈ വാങ്ങിയതാണ്. ഇതിപ്പോൾ ഇത്ര ആക്കിയത്. പിന്നെ ഇതിൽ ഞാൻ 19 മുമ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി പൂക്കളാകുന്ന സമയത്തൊക്കെ നമുക്ക് ഇനി ഒരാഴ്ചയും കൂടി കഴിഞ്ഞിട്ട് വേണം നമുക്കിത് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ 1 ലിറ്റർ വെള്ളത്തിന് 3 ഗ്രാം എന്ന കണക്കാണ് നമുക്ക് സാഫ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ അതുപോലെ നമുക്ക് എത്ര ചെറിയ തൈകളാണോ അതിനനുസരിച്ചിട്ട് വേണം നമുക്ക് സാഫ് ഉപയോഗിക്കാൻ. അപ്പോൾ എൻ്റെ അടുത്തിപ്പോൾ ഉള്ളത് കുറച്ച് വലിയ തൈകളുണ്ട്, കുറച്ച് ചെറിയ തൈകളുണ്ട്. അപ്പോൾ ഞാൻ അതിനനുസരിച്ചാണ് സാഫ് ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാത്തിൻ്റെയും മണ്ണ് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ അതിലേക്ക് സാഫ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ സാഫ് എന്ന് പറഞ്ഞാൽ ചെടികൾക്ക് ഉണ്ടാകുന്ന കീടങ്ങൾ നമുക്കിത് തെളിച്ചു കൊടുക്കുക, സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇലകളൊക്കെ നല്ല പച്ച നിറം, അത് എല്ലാ ചെടികൾക്കും നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല ചെടികളൊക്കെ നല്ല കളറും വയ്ക്കും. പിന്നെ അതിലുണ്ടാകുന്ന വാട്ടങ്ങൾ, അതേപോലെ വേരുകൾക്കൊക്കെ നല്ല ഒരു രോഗം ഉണ്ടാവാണ്ടിരിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ഈ സാഫ് എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് സാഫ് 1 ലിറ്റർ വെള്ളത്തിന് 3 ഗ്രാം എന്ന കണക്കിലാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 5 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. 5 ലിറ്റർ വെള്ളത്തിന് ഞാൻ അതിനനുസരിച്ചുള്ള സാഫാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. പക്ഷേ എടുത്താലും ഞാൻ ചെറിയ ചെടികൾക്കൊക്കെ ഞാൻ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മളിന്ന് സാഫ് കൊണ്ട് എങ്ങനെയാണ് സാഫ് ഉപയോഗിക്കേണ്ടതെന്നാണ് നമ്മളിന്ന് കാണിച്ചു തരുന്നത്. എല്ലാവർക്കും അറിയാവുന്നതാണ്, പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു വീഡിയോ എടുത്തെന്ന് മാത്രം, അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ പച്ചക്കറി കൃഷി നമ്മളാകെ 2-3 തൈ വെച്ചിട്ടാണ്. പച്ചക്കറി കൃഷി ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം.
അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് ചെയ്യുമ്പോൾ ഒന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ. നമ്മുടെ വീഡിയോ കാണുന്നവരാരും കമൻറ്റ് ചെയ്യാത്തവരാണ് അധികം കാണുന്ന ആൾക്കാർ, അല്ല സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് അധികം കാണുന്നത് കേട്ടോ. അപ്പോൾ ദയവതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മളൊന്ന് പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഇതാണ്ടോ ചെടികളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ചെടികളൊക്കെ. അതിനാണ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത്. എന്നാലും നമ്മുടെ ഒരാഗ്രഹം ഉള്ള സ്ഥലത്ത് കുറച്ചെങ്കിൽ കുറച്ച് നമുക്ക് പച്ചക്കറി വിഷമില്ലാത്തത് തിന്നാലോ എന്നുള്ളതിലാണ് നമ്മൾ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക, നമ്മളൊന്ന് പ്രോത്സാഹിപ്പിക്കുക. അസ്സലാമു അലൈക്കും.